എനിക്ക് ടിൻഡർ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരി ആൾക്കാരെ വിളിച്ച് സംസാരിക്കായിരുന്നു. ഈ 4 വർഷം കൊണ്ട് ഞാൻ ഏകദേശം 400-ൽ പല ആൾക്കാരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ട്രാൻസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ട്രാൻസിൻ്റെ അടുത്ത് ആൾക്കാർ തുറന്ന് സംസാരിക്കും. സ്വന്തം ഫ്രണ്ട്സിൻ്റെ അടുത്തോ സ്വന്തം പാരൻസിൻ്റെ അടുത്തോ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ആളുകൾ ഫസ്റ്റ് ഒന്ന് ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ട്രാൻസ് ആയിട്ടുള്ള വ്യക്തികളാണ്. കല്യാണം എന്ന് പറയുന്നത് വലിയ സംഭവമായി. ഇപ്പോൾ ഓണവും വിഷുവും ക്രിസ്മസൊക്കെ പോലെ ഒരു ഒറ്റ ദിവസത്തെ ആഘോഷമാണ്. ആ ദിവസത്തെ ആഘോഷം കഴിഞ്ഞാലാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഈ കല്യാണം വർഷങ്ങളായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് താങ്കൾ ഓണവും വിഷു എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു പാർട്ട്ണർഷിപ്പ് ലൈഫിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയില്ല. എത്ര പേരാണ് സെക്ഷൽ പ്രിഫറൻസ് ഒരു പാർട്ട്ണർഷിപ്പ് ലൈഫിൽ നോക്കുമ്പോൾ സെക്ഷൽ പ്രിഫറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ക്യാൻ ഓപ്പൺലി സേ ഐ എം എ ഗേൾ, ഐ എം എ ഡോമിനന്റ് ഗേൾ. ഓക്കെ, ഈ ട്രാൻസിനോട് ഇത് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് ഇത് പറയുമ്പോൾ ഈ പറയുന്നവർക്ക് ഒരു റെമഡി എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഈ അൺസാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഡോക്ടർ അല്ല, ഒരു സൈക്യാട്രിസ്റ്റ് അല്ല. നിങ്ങൾ നിങ്ങളുടെ വൈഫിനോട് തുറന്നു പറയാം, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് തുറന്നു പറയാം. ഓക്കെ, സെക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? ഇന്റർകോഴ്സ് അല്ലേ? അബ്സല്യൂട്ട്ലി, അതാണ് ഫസ്റ്റ് തിങ്. ഒരു പെൺകുട്ടിക്കും കുറവാവരുത് ട്രാൻസ് ആയിട്ടുള്ള അമീലി എന്ന പെൺകുട്ടി. നോ ലെസ് ദാൻ എ വുമൺ. ഒരു പ്രശ്നം വരുമ്പോൾ ഒളിച്ചോടാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ആ പ്രശ്നം നടക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രശ്നം നേരിടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കേരളത്തിലെ ഡിവോഴ്സ് റേറ്റ് കൂടാണ്. ഈ ഡിവോഴ്സ് റേറ്റിലെ കോർ കാര്യം എന്താണെന്ന് അറിയാവോ? സെക്ഷുവൽ അൺസാറ്റിസ്ഫിക്കേഷൻ. ഒരു ഡോക്യുമെന്റിൽ എഴുതാത്ത ദ റിയാലിറ്റി, ദ ഫാക്റ്റ് ആണ്. താങ്കളുടെ കണ്ണുകളിൽ എന്തോ പറയാനുണ്ടെന്ന്, അത് എന്തെങ്കിലും പറയാനുണ്ടോ? ഓപ്പൺ ആയിട്ട് പറയാനുള്ള ധൈര്യം ഉണ്ടോ? പറയാം. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ബിഗ് ബോസിലേക്ക് വരാനുള്ള കാര്യം ഫെയിം ആയിരുന്നില്ലേ? അതായത് സിനിമയിലേക്ക് ഒരു വാതിലായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാണോ ബിഗ് ബോസിലേക്ക് അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചത്? അബ്സല്യൂട്ട്ലി നോ. ബിക്കോസ് നമ്മളുടെ സൊസൈറ്റിയിലുള്ള ഞാൻ എൻ്റെ മുമ്പത്തെ ഇന്റർവ്യൂവിലും പറഞ്ഞ സൊസൈറ്റിയിലെ കുറേ കാര്യങ്ങൾ ഫേക്കാ. അതെ, അത് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ പറയുന്നു സൊസൈറ്റി ഫേക്ക് ആണെന്ന്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതൊരു വളരെ മോശം, അതായത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും പൂർണ്ണമായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും പല കാര്യങ്ങളിലും സൊസൈറ്റി ഫേക്ക് ആണെന്ന്. ഇപ്പൊ നമ്മുടെ പ്രളയം എടുത്തായാലും നമ്മുടെ വയനാട്ടിലെ വിഷയങ്ങൾ എടുത്തായാലും എന്തിനും ഒരു നന്മയുടെ അംശം എല്ലാവരിലും കാണുന്ന ആൾക്കാർ, അത് എത്ര എന്തൊക്കെ അതിലൊരു ബെഞ്ച് ഓഫ് ആൾക്കാർ ഫേക്ക് ആണെന്ന് വെച്ചിട്ട് താങ്കൾ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നുണ്ട് സൊസൈറ്റി ഫേക്ക് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ, അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റി ഒരുപാട് ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന ഒരു പേസിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതൊക്കെ ഒരു നന്മയുള്ള സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു ഗുഡ് സമൂഹത്തിന്റെ ഒരു സൈൻ അല്ലേ? അതിനെ എങ്ങനെയാണ് നിങ്ങൾ ഫേക്ക് ആക്കി കാണുന്നത്? ഒരു പക്ഷേ ആങ്കർ എന്നത് പറയുന്ന വാക്കുകൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം സൊസൈറ്റി ഫേക്കാന്നല്ല ഞാൻ പറഞ്ഞത്. സൊസൈറ്റിയിൽ കുറേയൊക്കെ ഫേക്കാണ്. വേണമെങ്കിൽ ഇത് റിവൈൻഡ് അടിച്ച് നോക്കിയാലും മതി. കുറേ കാര്യങ്ങളൊക്കെ ഫേക്ക്. എസ്പെഷ്യലി ഞാൻ ഇപ്പൊ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിന്റെ അപ്പുറത്തേക്ക് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് സൊസൈറ്റിയാണ്. അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റി മാത്രമല്ല ഇവിടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. കറുത്ത നിറമുള്ള ആളുകൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാല് വയ്യാത്ത ആളുകൾ, ഇവരൊക്കെ ബുദ്ധിമുട്ട്. ഇവരുടെയൊക്കെ ഞാൻ പറയുന്നത് എനിക്ക് വലിയ വലിയ കാര്യത്തിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാൻ വളരെ സാധാരണക്കാരാണ്. കാണിക്കുന്ന സിമ്പതി ഒരു ഫേക്ക് ആണെന്നാണോ അമീലി പറയുന്നത്? യെസ്, അതെ, ഇത് സിമ്പതിയാണ്. ഇപ്പൊ ഒരു ട്രാൻസ് ആയിട്ടുള്ള ഒരു കുട്ടി, ഞാൻ ഈ അടുത്തൊരു ഇതിൽ കേട്ടു, ട്രാൻസ് ആയിട്ടുള്ള ഒരു കുട്ടി എൻ്റെ ക്ലാസ്സിലുണ്ടായി. ഞാൻ ഭയങ്കര അഭിമാനം കൊള്ളുന്നു. എന്തിന് ഇത്ര അഭിമാനം കൊള്ളാൻ? ഒരു സാധാരണ ഒരു പെൺകുട്ടീനെയും ആൺകുട്ടീനെയൊക്കെ പോലെ തന്നെ നിങ്ങൾ വലിയ ഡ്രാമ കളിച്ച് കിടക്കണ്ട. വളരെ നോർമലൈസ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുക. അവരുടെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ പറയും ഈ കറുത്ത നിറമുള്ള കുട്ടി എന്ന് പറയും, കൈയും കാലും എന്തെങ്കിലും ഇല്ലാത്തൊരു സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾ, ഇവരുടെ ഉള്ളിലും കുറേ പ്രണയങ്ങളുണ്ട്. ട്രാൻസ് ആയിട്ടുള്ള വ്യക്തികൾ, ഇവരുടെ ഉള്ളിലൊക്കെ കുറേ പ്രണയങ്ങളുണ്ട്. ഇവരൊക്കെ പല പ്രണയത്തിന് ചതിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ചോദ്യം ചെയ്യുന്ന ആൾക്കാരില്ല. ഫോർ എക്സാമ്പിൾ, ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു പക്ഷേ ഒരു വ്യക്തിയുണ്ട്, ഒരു 10-26 വയസ്സുള്ള ഒരു ആൺകുട്ടി. ആ ആൺകുട്ടിക്ക് ചിലപ്പോൾ മെൻ്റലിയും അല്ലെങ്കിൽ സെക്ഷുവലിയൊക്കെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫിസിക്കലിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി കറുത്തിട്ടായിരിക്കും. ആ സമയത്ത് ആ കുട്ടീനെ അവർ രണ്ടുപേരും നല്ല സൗഹൃദത്തിലൊക്കെ പോകും. പക്ഷെ കല്യാണം എന്നൊരു ഫാക്ടർ വരുമ്പോൾ എല്ലാവർക്കും അറിയാം, കല്യാണം എന്നൊക്കെ ഇപ്പം എല്ലാവരും വിചാരിക്കുന്ന എന്തോ വലിയ സംഭവം, എന്തോ ഭയങ്കര അഭിമാനമുള്ള ഒരു കാര്യം കല്യാണം എന്നൊക്കെ പറയും. അയ്യോ, അപ്പം എൻ്റെ വീട്ടുകാർ പറയുന്ന എൻ്റെ കുടുംബമൊക്കെ നോക്കി. കല്യാണം എന്ന് പറയുന്നത് വലിയ സംഭവമായി. ഇപ്പോൾ ഓണവും
വിഷു ക്രിസ്മസ് ഒക്കെ പോലെ ഒരു ഒറ്റ ദിവസത്തെ ആഘോഷമാണ്. ആ ദിവസത്തെ ആഘോഷം കഴിഞ്ഞാലാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഈ കല്യാണം. വർഷങ്ങളായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് താങ്കൾ ഓണവും വിഷു എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും. അമേലിയ അപ്പൊ വിവാഹം കഴിക്കില്ലേ? ഞാൻ വിവാഹത്തിനെതിരെന്നല്ല പറഞ്ഞേ, ഈ വിവാഹത്തിനുള്ള കൺസെപ്റ്റ് ആൾക്കാർ വിചാരം, ഞാൻ പറഞ്ഞു ഈ കറുത്തൊരു കുട്ടീനെ ആ സമയത്ത് പറയൂ എടി വീട്ടുകാർ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കും, ഇടി വീട്ടുകാര് എന്താ പറയുക സമ്മതിക്കില്ല ഇങ്ങനെയൊക്കെ പറയുന്നു വീട്ടുകാർ, എന്നിട്ട് വീട്ടുകാർ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടീനെ എനിക്ക് ഒത്തിരി അനുഭവം ഉണ്ട്. എന്നിട്ട് കല്യാണം കഴിച്ച് 2 മാസം കഴിഞ്ഞ സ്വന്തം വീട്ടുകാർ പോലും നമ്മളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കില്ല, പിന്നെ നമ്മൾ വേണം അനുഭവിക്കാൻ. എന്താണ്? സോ ദ തിങ് ഈസ് ദാറ്റ് ഒരു പാർട്ട്ണർഷിപ്പ് ലൈഫിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയില്ല. എത്ര പേരാണ് സെക്ഷൽ പ്രിഫറൻസ് ഒരു പാർട്ട്ണർഷിപ്പ് ലൈഫിൽ നോക്കുമ്പോൾ സെക്ഷൽ പ്രിഫറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ക്യാൻ ഓപ്പൺലി സേ ഐ എം എ ഗേൾ, ഐ എം എ ഡോമിനൻറ്റ് ഗേൾ. ഓക്കെ, ഡോമിനൻറ്റ് ഇൻ ദ സെൻസ് എനിക്ക് അതാണ് അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആൻഡ് എനിക്ക് വേണ്ടത് ഒരു സബ്മിസീവ് ആയിട്ടുള്ള ഗൈനെയാണ്. ഓക്കെ, അല്ലാണ്ട് ഭയങ്കര മാൻലി ആയിട്ടുള്ള ഭയങ്കര ആളിങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് ഐ കാണ്ട്. ഓക്കെ, ദ തിങ് ഈസ് നിങ്ങളായിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സുപ്പീരിയർ, അതാണ് ഉദ്ദേശിക്കുന്നത്. സുപ്പീരിയർ ഇൻ ദ സെൻസ് ആ രീതിയിൽ സുപ്പീരിയർ കൈൻഡ് ഓഫ് ഡോമിനൻസ്. ചില ഗൈസ് ഉണ്ട് അവർ കരയട്ടെ. ഓക്കെ, ചില ഗൈസ് ഉണ്ട് അവർ ചില സിറ്റുവേഷൻ വരുമ്പോൾ ഭയങ്കര ആണത്തം പോലെ പേടിക്കും. എല്ലാവരും കരയും. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഐ ക്യാൻ ടേക്ക് കെയർ. എനിക്ക് നാണക്കേടല്ല, നാളെ എൻ്റെ ലവർ എന്നുള്ള വ്യക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ഒന്നും ഇല്ല, പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ കരയണമെങ്കിൽ കരയണം, അവൻ പേടിക്കണമെങ്കിൽ പേടിക്കണം. എങ്ങനെയാണോ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം, അല്ലാതെ സൊസൈറ്റിനെ കാണിക്കാൻ വേണ്ടി. എനിക്ക് തന്നെ കുറച്ച് ആളുകൾ എസ്പെഷ്യലി ട്രാൻസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറയുക, ട്രാൻസിൻ്റെ അടുത്ത് ആൾക്കാർ തുറന്ന് സംസാരിക്കും. സ്വന്തം ഫ്രണ്ട്സിൻ്റെ അടുത്തോ സ്വന്തം പാരൻസിൻ്റെ അടുത്തോ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ആളുകൾ ഫസ്റ്റ് വന്ന് ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ട്രാൻസ് ആയിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ അമേലി പറയുന്നു ഈ ട്രാൻസ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ നിൽക്കുന്ന ആൾക്കാരെ മിക്കപ്പോഴും ആൾക്കാരെ മൈൻഡ് ചെയ്യാറില്ല, അവരെ ഒറ്റപ്പെടുത്തും, അവരോട് മിണ്ടും. താങ്കളോട് തന്നെ പറഞ്ഞു പുറമെ ചായ കുടിക്കാൻ വരില്ലായിരിക്കും. ഫോർ എക്സാമ്പിൾ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, താങ്കൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു 6 മാസം ഒരു റോയില് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ താങ്കളെ കാണുന്നത് പോലും അറപ്പാണെന്ന് വെച്ചാൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഇവൻ ടൂറിന് പോയ സമയത്ത് പോലും അമേലി എവിടെ താമസിപ്പിക്കും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ താങ്കൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് താങ്കൾക്ക് അല്ലെങ്കിൽ താങ്കളെപ്പോലുള്ള ആൾക്കാരോട് ആ ഒരു സെൻസിൽ പറയുമ്പോൾ എങ്ങനെയാണ് ഓരോന്ന് ഓപ്പൺ ആവുന്നത് താങ്കളുടെ? യെസ്, ഒരാളെ എല്ലാം നഷ്ടപ്പെട്ട് ഒരു ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയത്ത് ഫോൺ കോൾ എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അതായത് നമുക്ക് രണ്ടൊരു കാര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു വ്യക്തി പുറമെ അയാൾ ചിലപ്പോൾ ട്രാൻസ്ഫോബിക് ആയിരിക്കും പുറമേ ഇത്, പക്ഷെ ഫോൺ കോളിൽ നമുക്ക് ആരെയും കാണിക്കാനില്ല. ആ വ്യക്തി ലിറ്ററലി ആ വ്യക്തിയും ഞാനും മാത്രമേ ഉള്ളൂ. പക്ഷെ നേരെ ചായ കുടിക്കാൻ പുറത്തോട്ട് പോകുമെന്ന് പറയുമ്പോൾ കുറച്ച് കോൺഷ്യസും ആൾക്കാർ കാണും ഞാൻ ട്രാൻസ് ആയിട്ടുള്ള കുട്ടിയുടെ ഇപ്പം എനിക്കുണ്ടായിരുന്നു എല്ലാ അനുഭവം പറയുന്നത്. പക്ഷെ ജനറലി ട്രാൻസ് ആയിട്ടുള്ള ആളുടെ ഒപ്പം എടി നമുക്ക് വേണമെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കാം, മനസ്സിലായോ? ദേ ആർ നോട്ട് റെഡി ടു ടേക്ക് ഔട്ട്. അപ്പൊ ചില ആൾക്കാരൊക്കെ ഓപ്പൺ അപ്പ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ട്രാൻസ്. ബിക്കോസ് അവർക്കറിയാം, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒരാൾ പറയാ അമേലി എനിക്ക് ഇടയ്ക്ക് ഒരു ക്രോസ് ഡ്രസ് ചെയ്യാൻ ഇഷ്ടമുണ്ട്. അത് അച്ഛൻ്റെ അമ്മയുടെ അമ്മ ഞാൻ ആൺകുട്ടിയൊക്കെ ഇടയ്ക്കൊക്കെ എനിക്ക് ചില സമയത്ത് ഒരു സാരിയൊക്കെ കൊടുക്കുക ഇഷ്ടമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് ആരുടെ പറയാൻ പറ്റുക? ട്രാൻസ് ആയിട്ടുള്ള സുഹൃത്തുക്കളുടെ അടുത്ത് പറയാൻ പറ്റുമോ? ചോദിച്ചു നോക്ക്, നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊന്നും? ഒരിക്കലും പറയില്ല. നേരെ വന്ന് പറയുന്നത് ട്രാൻസ് ആയിട്ടുള്ള വ്യക്തിയുടെ അടുത്താണ്. ട്രാൻസ് ആയിട്ടുള്ള വ്യക്തിക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ദ തിങ് ഈസ് ദാറ്റ്. ഓക്കെ, സോ എനിക്ക് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ദ പ്രിറ്റൻഡിങ് ലൈക്ക് എനിക്കറിയുന്നൊരു കാര്യമുണ്ട്. ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തി പറയാണ് ഞാൻ കല്യാണം കഴിച്ചു, ഞാൻ അമേലിയിലേക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ കല്യാണം കഴിച്ചു. അതിന് മുമ്പ് ചിലപ്പോൾ ആൾക്കൊരു ആൺകുട്ടിയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നീട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഞാനും എൻ്റെ ഭാര്യയും മാത്രമുള്ള ജീവിതം. ഞാൻ ഭയങ്കര അൺസാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ ലൈഫിൽ. വാട്ട് ഹീ ഈസ് ഡൂയിങ് മീൻസ് ആള് റൂമിൽ പോയിട്ട് കഥ കടച്ചിട്ട് ആളുടെ മുഖത്ത് തന്നെ അടിക്കും. ദ തിങ് ഈസ് ദാറ്റ് ഒരു കല്യാണം നിങ്ങൾ ചോദിക്കും നിങ്ങളുടെ കല്യാണം കഴിച്ച കൂട്ടുകാരുടെ അടുത്തോ അല്ലെങ്കിൽ കൂട്ടുകാരെ ചോദിച്ചു നോക്കി ഹൗ ഹാപ്പി ദേ ആർ. നമ്മൾ പല തമാശയായിട്ടൊക്കെ ചിലട്ടുള്ളൂ, അയ്യോ കല്യാണത്തിന് ശേഷം എൻ്റെ സ്വാതന്ത്ര്യം നിന്റെ കഷ്ടകാലം തുടങ്ങിയതൊക്കെ തമാശക്ക് പറയും. പക്ഷെ ഇത് റിയാലിറ്റിയിൽ എടുക്കുമ്പോൾ എത്ര പേരാണ് കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് എത്ര പേരാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത്? ദ മെയിൻ തിങ് കേരളത്തിലെ ഡിവോഴ്സ് റേറ്റ് കൂടാണ്. ഈ ഡിവോഴ്സ് റേറ്റിലെ കോർ കാര്യം എന്താണെന്ന് അറിയാവോ? സെക്ഷുവൽ അൺസാറ്റിസ്ഫിക്കേഷൻ. ഒരു ഡോക്യുമെന്റിൽ എഴുതാത്ത ദ റിയാലിറ്റി, ദ ഫാക്റ്റ് ആണ് നമ്മുടെ കേരളത്തിൽ
കോർ തിങ് സെക്ഷൽ അൺസാറ്റിസ്ഫാക്ഷൻ. അത് ഓപ്പൺ ആയിട്ട് പറയാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊരു വ്യക്തിയായിട്ട് അതെങ്ങനെയാണ് അമേലി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്നത്? അത് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത്, നമുക്ക് എങ്ങനെ ഇത്ര അഡമന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്ര 100% ആയിട്ട് പറയാൻ പറ്റുന്നത്? ഓക്കെ, തീർച്ചയായിട്ടും എനിക്ക് മറുപടി ഉണ്ട്. എന്റെ പഴയ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്. എന്റെ കോളേജ് ഹോസ്റ്റലിൽ തീർച്ചയായിട്ടും ഒരു ആൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എന്റെ കാര്യങ്ങൾ ഞാൻ തുറന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് സെപ്പറേറ്റ് റൂമും ടോയ്ലറ്റും ഒരു ക്വീൻ എന്ന് പറഞ്ഞാൽ അവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. ഒരു ക്വീൻ സിനിമ നമ്മൾ കണ്ടിട്ടില്ല, അത് ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. വളരെ ഹാപ്പി ആയിരുന്നു. അപ്പൊ സെപ്പറേറ്റ് റൂമും ടോയ്ലറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ റൂമിന്റെ ഉള്ളിൽ ഒറ്റയ്ക്കായിരുന്നു. തീർച്ചയായിട്ടും ആ ഒറ്റപ്പെടലുകൾ എങ്ങനെ മായ്ക്കണം. ഒറ്റയ്ക്ക് ഇൻ ദ സെൻസ് എല്ലാവരും അടുത്തുള്ള ആൾക്കാരാണ്. അവര് സാറ്റർഡേ സൺഡേ വീട്ടിൽ പോകും. എനിക്ക് വീട് കുറച്ച് ദൂരെയാണ്. ആ സമയത്ത് എൻ്റെ വലിയ പൈസ ഒന്നും ഉണ്ടായില്ല ട്രാവലിങ്ങിന്. സോ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. എനിക്ക് ടിൻഡർ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരി ആൾക്കാരെ വിളിച്ച് സംസാരിക്കായിരുന്നു. ഈ 4 വർഷം കൊണ്ട് ഞാൻ ഏകദേശം 400-ൽ പരം ആൾക്കാരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ 400-ൽ പരം ആൾക്കാർ എൻ്റെ ഓപ്പണായിട്ട് ഇതാക്കിയിട്ടുണ്ട്. പിന്നീട് അപ്പം എനിക്കൊരു ഇതിനെക്കുറിച്ച് എനിക്കൊരു ഇതിലേക്ക് എവിടെയൊക്കെ ഒരു യാഥാർത്ഥ്യമുണ്ട്. ആൾക്കാർ ഭയങ്കര സെക്ഷലി അൺസാറ്റിസ്ഫൈഡ് ആണ്. പല ആൾക്കാരും മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ പലരും അൺസാറ്റിസ്ഫൈഡ്. അപ്പം അപ്പോഴും ഞാൻ അവരുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കാം. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ട്രാൻസിനോട് ഇത് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് ഇത് പറയുമ്പോൾ ഈ പറയുന്നവർക്ക് ഒരു റെമഡി എന്തെങ്കിലും കിട്ടുന്നുണ്ട്? ഈ അൺസാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഡോക്ടർ അല്ല, ഒരു സൈക്യാട്രിസ്റ്റ് അല്ല, നോട്ട് പേരന്റിന് വിട്ടേക്കോ, മറിച്ച് ഇങ്ങനെ നിങ്ങളോട് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ റെമഡി ചെയ്ത് കൊടുക്കാൻ പറ്റും? അതോ ചുമ്മാ ഇതിങ്ങനെ കേട്ട് പോവുകയാണ് ചെയ്യുന്നത് അൺസാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുമ്പോൾ? ശാരികയ്ക്ക് ഒരു കൂട്ടുകാരി ഉണ്ട്. ശാരിക കൂട്ടുകാരിക്ക് എന്ത് സംഭവിച്ചു, എന്തെങ്കിലും ഒരു വിഷമം ഒന്ന് ഓടി വന്ന് പറയുമ്പോൾ ഒരു ആശ്വാസം, ഒരാളുടെ അടുത്തെങ്കിലും ഞാൻ പറഞ്ഞു എന്നുള്ളത്. ആരോടും പറയാൻ പറ്റാത്ത സാധനങ്ങളാ പറയുന്നത്. പറയാൻ പറ്റുന്ന സാധനങ്ങൾ ഈ ഒരു അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ, യു ഹാവ് ടു ഓപ്പൺ അപ്പ് വിത്ത് യുവർ വൈഫ്. നിങ്ങൾ നിങ്ങളുടെ വൈഫിനോട് തുറന്നു പറയാം, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് തുറന്നു പറയാം. ഓക്കെ, ഒരുപക്ഷെ ഇതിന്റെ അടിയിൽ കമന്റുകൾ കുറേ ഓരോന്നും വരുമായിരിക്കും. പക്ഷെ അതിലൊന്നും ഞാൻ എല്ലാ കമന്റും ഞാൻ വായിക്കും. തീർച്ചയായിട്ടും എന്തൊക്കെ തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താനും റെഡിയാണ്. പക്ഷെ ഇത് ഞാൻ പഠിച്ചൊരു കാര്യം. ഐ റിസർച്ച് ഡേയിലോട്ട് പല രീതിയിലും. അതേപോലെ എനിക്ക് ഭയങ്കര ഒതന്റിക് ആയിട്ടുള്ള റിസർച്ച് അല്ല, പക്ഷെ പേഴ്സണലി ഒത്തിരി ഇതാക്കിയിട്ടുണ്ട്. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ആൾക്കാര് സെക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? ഇന്റർകോഴ്സ് അല്ലേ? അബ്സല്യൂട്ട്ലി അതാണ് ഫസ്റ്റ് തിങ്. ജനറൽ സൊസൈറ്റിയുടെ ഒരു സെക്സ് എന്നുള്ള ഇന്റർകോഴ്സ്. ഞാൻ ശാരിക എനിക്കൊരു വലിയൊരു തോട്ട് എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ, ഞാൻ വളരെ ഇന്നസെന്റ് ആയിട്ട് ചിന്തിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ ഈ ഡിവോഴ്സ് റേറ്റിൽ പല ആൾക്കാരും എൻ്റെ അടുത്ത് ഭയങ്കര അൺസാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ പെണ്ണും ആണുമാണ് കല്യാണം കഴിക്കുന്നത് അല്ലെ? അവരെപ്പോഴും പറയുന്നു ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ആണ്, ഞാൻ ഭയങ്കര ഇന്റർകോഴ്സ് ഇതൊക്കെ കുറിച്ച് ഭയങ്കര. ഞാനൊന്ന് ചോദിക്കട്ടെ, പിന്നെ അമേലിക്ക് ഇങ്ങനെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഈ തേപ്പ് കഥകൾ നമ്മൾ പറയുന്ന പോലെ എന്തെങ്കിലും ആരെങ്കിലും താങ്കളെ പറ്റിക്കുകയോ അല്ലെങ്കിൽ താങ്കളെ ഇങ്ങനെ സമീപിക്കുകയോ, ഇപ്പൊ പറയുന്ന ഈ 400 ഫ്രണ്ട്സ് ടിൻഡർ അതുപോലുള്ള ആപ്പുകളിലൂടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്ന് പറയുന്നു. അപ്പൊ അവരാരെങ്കിലും ബേസിക്കലി നിങ്ങൾക്കൊരു പേരുണ്ടല്ലോ, ടാഗ് ആരെങ്കിലും ഒരു സ്റ്റാമ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി അവഹേളിക്കുകയല്ല, പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയുള്ള ആൾക്കാരെ ഈ കാര്യത്തിന് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷന് ഇവർ ഉപയോഗിക്കുമ്പോൾ ആരും അറിയില്ല. അതുകൊണ്ട് അവർക്ക് നിങ്ങൾക്കും ഇഷ്ടമാണ് എന്ന ഒരു മുൻവിധിയോടുകൂടിയാണല്ലോ ആൾക്കാർ സമീപിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അതായത് ഇപ്പൊ അമേലിക്കയ്ക്ക് മോശമായിട്ടുള്ള ഒരു അനുഭവം ഇല്ല എന്ന് വെച്ചിട്ട് മറ്റു ട്രാൻസ്ജെൻഡേഴ്സ് ഒന്നും അങ്ങനെയല്ല, അവർ ഒരുപാട് ഈ പറയുന്ന പോലെ സെക്ഷൽ ഹാരാസ്മെന്റ് അനുഭവിക്കുന്നവരാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ താങ്കൾ പറഞ്ഞു 500 രൂപ കൊടുത്ത് പാലത്തിനടിയിൽ വെച്ച് ഇങ്ങനെ ചെയ്ത് അത് അവരുടെ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയിട്ട് അവരത് ചെയ്യുന്നു എന്ന ഒരു ഗതികേടിനെ കുറിച്ച് താങ്കൾ ഒരിക്കൽ സംസാരിച്ചിരുന്നു. അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെ വരുമ്പോൾ താങ്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ലൈഫിൽ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ട്? ഇങ്ങനെ ഒരു, അത് താങ്കൾ പറയുന്നു എന്റെ അനുഭവം അല്ല ഞാൻ പറയുന്നെങ്കിൽ പോലും താങ്കളുടെ കണ്ണുകളിൽ എന്തോ പറയാനുണ്ടെന്ന്, അത് എന്തെങ്കിലും പറയാനുണ്ടോ? ഓപ്പൺ ആയിട്ട് പറയാനുള്ള ധൈര്യം ഉണ്ടോ? പറയാം. ആക്ച്വലി ഞാൻ പണ്ട് ഭയങ്കര മിടുക്കിയായിരുന്നു. ഇപ്പൊ മിടുക്കിയല്ല, ഇപ്പൊ നല്ല മിടുക്കിയാണല്ലോ. ചിലപ്പോ കുറവുണ്ടെങ്കിലും പണ്ട് ഭയങ്കര മിടുക്കിയായിരുന്നു. എനിക്ക് ഒരു ട്രാൻസ് ആയിട്ടുള്ള കുട്ടി ആ സമയത്ത് വർഷങ്ങൾക്ക് ഇപ്പോൾ ഒരു 8 വർഷമൊക്കെ മുമ്പാണ് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച സമയത്ത് ഇറ്റ്സ് വെരി ഈസി. നമുക്ക് ട്രാൻസ് ഒക്കെ വിടും. ഒരു പ്രശ്നം വരുമ്പോൾ ഒളിച്ചോടാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ആ പ്രശ്നം നടക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രശ്നം നേരിടല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ നടത്തി. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, ഇതാക്കിയിട്ടുണ്ട്, വാട്ട് എവർ ഇറ്റ് ഇസ്, അതിൻ്റെ ഉള്ളിൽ പിടിച്ചു നിന്നിട്ടുണ്ട്. എൻ്റെ ഭയങ്കര വാശിയായിരുന്നു. സോ ലിറ്ററലി ഒരു പെൺകുട്ടിക്കും കുറവാവരുത് ട്രാൻസ് ആയിട്ടുള്ള അമേലി എന്ന പെൺകുട്ടി. നോ ലെസ് ദാൻ എ വുമൺ. വുമണിന് കിട്ടണ അതേ അഭിമാനവും ആ ഒരു ഇത് തന്നെ എനിക്ക് വേണം. എൻ്റെ ചേച്ചിമാർ എങ്ങനെയാണ് വളരണേ, ഒരു പക്ഷെ അതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എല്ലാ രീതിയിലും
അതുകൊണ്ട് തന്നെ എൻ്റെ പല കാര്യങ്ങളിലും 2 തവണ ആലോചിച്ച് ഞാൻ കാര്യങ്ങൾ എടുക്കാറുണ്ട്. ഇന്നും എനിക്ക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണ എനിക്ക് റിലേഷൻഷിപ്പിലുണ്ട്. അതായത് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ചുമ്മാ പോയിട്ട് ഇതാക്കണം. ഇപ്പൊ തന്നെ ഞാൻ ഓപ്പൺ അപ്പ് ആയിട്ട് പറഞ്ഞേ, എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട്. അതുകൊണ്ട് എന്നെ പറ്റിക്കുക എന്നുള്ളൊരു സംഭവം എന്നെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. പക്ഷെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഇതിൽ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അവരോടൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെയൊക്കെ പറ്റിക്കപ്പെടും, ഇനിയും പറ്റിക്കപ്പെടാമല്ലോ. ഒരൊറ്റ കാര്യമുള്ളൂ, ഇഫ് യു ആർ സക്സസ്, നിങ്ങളൊരു അച്ചീവ്മെന്റ് നിങ്ങൾക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഫസ്റ്റ് പ്രയത്നിക്കും. പിന്നെ ഒരാൾ നിങ്ങളെ പറ്റിക്കില്ല, ആ ഒരു ഭയം ഉണ്ടാവും. ലിറ്ററലി ഒരു കാര്യം ഞാൻ പറയാം. ഇഫ് സമ്മൺ ഈസ് സക്സസ്, ഫോർ എക്സാമ്പിൾ പ്രിയങ്ക ചോപ്ര ആൻഡ് ആളുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, എനിക്ക് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല കേട്ടോ. ഓക്കെ, പുള്ളിയും പ്രിയങ്ക ചോപ്ര 10 years ഓഫ് ഡിഫറൻസ് ഉണ്ട് അല്ലേ? പക്ഷെ ആരും നമ്മൾ കൊട്ടിഘോഷി അടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? പക്ഷെ നേരെ തിരിച്ച് കേരളത്തിലെ സാധാരണ ഒരു TT ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഭാര്യയ്ക്ക് ഒത്തിരി ഏജ് ഉണ്ട്. എന്തൊക്കെ കളിയാക്കലാണ് നടത്തുന്ന ആൾക്കാർ. എന്തുകൊണ്ട് പ്രിയങ്ക ചോപ്രനെ കളിയാക്കുന്നത്? ഇറ്റ്സ് എ സ്ട്രാറ്റജി. യു ഷുഡ് ഗെയിൻ മണി, യു ഷുഡ് ഗെയിൻ അച്ചീവ്മെന്റ്, യു ഷുഡ് ഗെയിൻ സക്സസ്. ഇന്ന് അമീലി രാമചന്ദ്രന്റെ മേളിൽ ഇന്നോ അന്നോ ആൾക്കാർ ഇങ്ങനെ കല്ലെടുത്ത് എറിയാത്ത എന്താണെന്ന് വെച്ചാൽ, ഐ ഹാവ് ദ സ്ട്രോങ് ടൂൾ കോൾഡ് എഡ്യൂക്കേഷൻ. ദാറ്റ്സ് എ വൺ തിങ്. ആൻഡ് ഈ എഡ്യൂക്കേഷനാണ് എന്നെ ഇന്ന് ഇങ്ങനെ ആക്കിയത്. എഡ്യൂക്കേഷൻ്റെ പല പറയില്ല, ചതിക്കപ്പെടാനുള്ള അവസരം വരുമ്പോൾ ചതിക്കപ്പെടാൻ സാധ്യത ഉണ്ടെന്നുള്ള മുൻകൂർ ധാരണ തരുന്നത് ഒരുപക്ഷെ എഡ്യൂക്കേഷനാണ്. മറ്റൊരു കാര്യമുണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ വ്യക്തി സ്വാതന്ത്ര്യമാണ്. കുഞ്ഞിലെ തുടങ്ങി ഓരോ TV ഒക്കെ കാണുമ്പോൾ എൻ്റെ അച്ഛൻ പാർട്ടിയൊക്കെ ഒത്തിരി ആ സമയത്തൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഓരോ ടോപ്പിക് എടുത്തിടും, ഞാൻ എൻ്റെ അഭിപ്രായം പറയും, അച്ഛൻ്റെ അഭിപ്രായം പറയും. ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യവും എൻ്റെ എഡ്യൂക്കേഷനും എൻ്റെ അനുഭവങ്ങളുമാണ്. സോ അതിനങ്ങനെ പെട്ടെന്ന് ചതിക്കാനൊന്നും പറ്റുന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ താങ്കൾ പറഞ്ഞിട്ടുണ്ട് താങ്കൾ ഒരുപാട് വളരെ ലോ ആയിട്ടുള്ള അല്ലെങ്കിൽ പുവർ ആയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് വളർന്നു വന്നതെന്ന് താങ്കൾ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അവിടെ എങ്ങനെ ഇതിനുള്ള സാഹചര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അച്ഛനും മകളും തമ്മിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള സംഭവങ്ങൾ സംസാരിക്കാൻ, ഇങ്ങനെ ജനറൽ നോളജ് സംസാരിക്കാൻ അങ്ങനെ ഷെയർ ചെയ്ത സാഹചര്യം താങ്കളുടെ ട്രാൻസ്ഫോർമേഷൻ പീരീഡിലും അവർ തന്നിരുന്നു, ആ ഒരു ബഹുമാനം തന്നിരുന്നോ? ഈ ട്രാൻസ്ഫോർമേഷൻ പീരീഡിലെ അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ട്രാൻസ്ജെൻഡർ എന്നുള്ള സംഭവം ഞാൻ എടുത്തിങ്ങനെ തലയെ വെച്ചിട്ട് അയ്യോ ഞാൻ ട്രാൻസ്ജെൻഡർ ഇന്ന് ഞാൻ വെക്കാറില്ല. ഞാൻ അതിനേക്കാളും കൂടുതൽ ഇതാക്കുന്നത് അമീലി രാമചന്ദ്രൻ എന്ന വ്യക്തിയാണ്.